നമുക്കിപ്പം ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസിയായ അബ്ദുൾ ജലീൽ കൂടി ചേരുകയാണ്. ശ്രീ അബ്ദുൾ ജലീൽ, താങ്കളുടെ കടയുടെ മുന്നിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് സംഭവിച്ചത്? നടന്നിരിക്കുന്നത് ഇപ്പം നമ്മള് ഇവിടുത്തെ ഈ ചാത്തന്നൂർ പോലീസും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പം ഈ കിംസ് സ്കൂള് ഒരു ബസ്സും അതുകൂടാതെ ഒരു 3 വണ്ടിയും ഒരു പുതിയ കാർ ഉൾപ്പെടെ വലിയ അപകടമായ രീതിയിൽ റോഡിൽ കിടക്കുകയാണ്. ഈ റോഡെന്ന് പറഞ്ഞാല് നേരത്തെ 3-4 പ്രാവശ്യം ഇത് പല രീതിയിലും റിപ്പോർട്ട് ചെയ്തതും ഇവിടെ ഇങ്ങനെയുള്ള ഒരു റോഡ് ഇവിടെ ശാശ്വതമല്ല, ചതുപ്പ് പ്രദേശമാണ്, കുടുങ്ങിത്താരുന്ന സ്ഥലമാണെന്ന് പല സമയത്തും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും പത്രങ്ങളിൽ വന്നതുമാണ്. ഈ ഭാഗത്ത് പാലം മാത്രമേ ഒരു സ്ഥായിയായ പരിഹാരമുള്ളൂ എന്ന് നേരത്തെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ അതൊന്നും വകവയ്ക്കാതെയാണ് ഈ ഒരു പണി ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് മാസങ്ങളെടുത്താൽ ഇതിന്റെ പണി തീരത്തില്ല. ഇതിപ്പോൾ തട്ടിക്കൂട്ടിയുള്ള ഒരു പണിയാണോ അവിടെ നടക്കുന്നത് ശ്രീ അബ്ദുൾ ജലീൽ? തട്ടിക്കൂട്ടി പണിയല്ല ഇത്. ഇനിയും ഇതുപോലെ പണിഞ്ഞാലും ഇത് ഇത്രയും ഇല്ലെങ്കിലും നല്ല രീതിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ പണിഞ്ഞാലും ഇതുപോലെ തന്നെ ഇവിടെ കുടുങ്ങിത്താരുന്ന ഒരു പ്രദേശമാണ്. കാര്യം ഇത് അത്രയും വലിയൊരു ചതുപ്പ് പ്രദേശമാണ് ഇറക്കം. ഇവിടെ ഒരു അവിടുത്തെ സ്ഥല പരിശോധനയൊന്നും നടന്നില്ലേ? താങ്കളൊക്കെ അവിടെ ഉള്ള ആളുകളല്ലേ, നിങ്ങളൊന്നും അപ്പോൾ പറഞ്ഞിരുന്നില്ല? പലപ്പോഴും പല പ്രവൃത്തി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പാലം മാത്രമേ പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞ് പല സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ റോഡ് പണിയാൻ പറ്റുന്ന ഒന്നല്ല. ഇനിയിപ്പോൾ എത്ര കട്ടിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാലും ഈ മണ്ണ് ഉപയോഗിച്ചാലും ഇതിന്റെ ഒരു ഭീകരത കാണണമെങ്കിൽ ഇത് ഇവിടെ വന്ന് ജസ്റ്റ് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. കാര്യം വർഷങ്ങളോളമായിട്ട് ഇവിടെ ഒഴുകുന്ന നദിയും ഒരു പുഴയിൽ നിന്ന് വരുന്ന ഒരു സപ്ലൈനും എല്ലാം കൂടെ ഇവിടെ കിടക്കുന്നതാണ്. ചതുപ്പ് പ്രദേശമാണ്. ഇവിടെ ഏത് രീതിയിൽ ഇങ്ങനെ പടിഞ്ഞാലും ഇതുപോലെ തന്നെ മാത്രമേ ഇനിയും സംഭവിക്കുകയുള്ളൂ. അബ്ദുൾ ജലീൽ, ഈ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ ഇത് പറഞ്ഞിരുന്നോ? ഈ കരാറുകാരോട് ഇത് അവർക്ക് റിപ്പോർട്ടെല്ലാം അവർക്ക് ചെന്നിട്ടുള്ളതാണ്. മണ്ണ് പരിശോധന നടക്കുന്ന സമയത്ത് ഇവിടെ പാലമായിരിക്കും വരുന്നത്, ഒരിക്കലും മണ്ണിട്ട് ഫിറ്റ് ചെയ്യുന്നതല്ല, പാലമായിരിക്കുകയാണെന്ന് റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ പിന്നെ കേന്ദ്രത്തിന്റെ ഇടപെടലും മറ്റൊന്നും കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ളത് ഒരു സംഭവം ഇങ്ങനെ ഇവിടെ നടന്നത്. പക്ഷെ ഒരു അതിദാരുണമായതും ഭീകരമായതുമാണ്. ഒരു ഭൂമികുലുക്കം ഉണ്ടായ കണക്കാണ് ഇവിടെ താന്നിരിക്കുന്നത്. അതെ, നമ്മളത് കാണുന്നുണ്ട്. അത് ഇടിഞ്ഞ് താണ് കിടക്കുകയാണ് സർവീസ് റോഡ്. ഈ ഒരു പ്രദേശത്ത് ഇനി ഇപ്പോൾ നമ്മൾ ഈ അപകടം ഉണ്ടായ സ്ഥലം മാത്രമല്ല, അതിന് കുറച്ചപ്പുറത്തോട്ടും ഇതേ രീതിയിൽ ചതുപ്പാണോ അബ്ദുൾ ജലീൽ? ഇത് ഇങ്ങോട്ട് പൊട്ടി വരികയാണ്. ഇവിടെ ഇപ്പോൾ ചെറിയ സൗണ്ടുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിൽ കൂടെ കേൾക്കുന്നതാണ്. ഈ സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസി അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അബ്ദുൾ ജലീലിനോട് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് സംസാരിക്കും. താങ്ക് യു. അബ്ദുൾ ജലീലിന്റെ കടയുടെ മുന്നിലാണ്, ചതുപ്പ് നിലമാണ്. മണ്ണു പരിശോധനയിലൊക്കെ ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ട് വേണ്ടേ സ്ഥലം ഏറ്റെടുക്കാനും ദേശീയപാത പണിയാനും? പാലമാണ് അവിടെ കൃത്യമായിട്ട് നിർമ്മിക്കേണ്ടതെങ്കിൽ പാലത്തിലേക്ക് പോകണം. അതല്ലാതെ ഇതുപോലെ ഇടിഞ്ഞു താഴുന്ന പ്രദേശത്ത് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റോഡ് ഇടിഞ്ഞ് അതിൽ വാഹനങ്ങൾ പെട്ട് ആളുകൾ മരിച്ചാൽ അതിനാര് ഉത്തരവാദിത്തം പറയും? ശിവാലയ കൺസ്ട്രക്ഷൻസിന് എന്താണ് ഇതിൽ പറയാനായിട്ടുള്ള മറുപടി? അതോടൊപ്പം തന്നെ NHAI ഇനി പരിശോധനകൾ കൃത്യമായി പൂർത്തിയാക്കാതെ ഈ പണിയിലേക്ക് പോകുന്നതിന് അനുമതി കൊടുക്കുകയാണോ ചെയ്തത്? അതും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. എന്തായാലും പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മന്ത്രിയുടെ അടക്കമുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് അടുത്ത മണിക്കൂറിൽ.